ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടുകരയുടെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. സ്വാതന്ത്ര്യ സമരത്തിന്റെ അവിസ്മരണീയമായ പോരാട്ടത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന പൂക്കോട്ടൂരിന്റെയും മാപ്പിളപ്പാട്ടിന്റെ കുലപതിയായിരുന്ന മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ കൊണ്ടോട്ടിയുടെയും മധ്യേ കേരളത്തിലെ ഏറ്റവും വലിയ പട്ടികജാതി കോളനിയായ നെടിയിരിപ്പ് കോളനി ഉൾപ്പെടുന്ന ഈ ഗ്രാമപ്രദേശത്തിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് നെടിയിരിപ്പ് മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 1976 സ്ഥാപിതമായതാണ് പാണക്കാട് പൂക്കോയിത്തങ്ങൾ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന ഞങ്ങളുടെ ഈ വിദ്യാലയം. സർ, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങളുടെ അക്കാഡമിക് നിലവാരത്തോടൊപ്പം തന്നെ 20-ൽ പരം ക്ലബ്ബുകളുടെ കൂട്ടായ്മയിലൂടെ നേടിയെടുക്കുന്ന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ കൂട്ടായ്മയിലൂടെയുള്ള സമൂഹത്തിനുണ്ടാക്കുന്ന നേട്ടങ്ങൾ. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി മീര മാം, എനിക്ക് മൊയ്തീൻകുട്ടി മാഷിനോട് ചോദിക്കാനുള്ളത്, പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് നിങ്ങളുടേത്. നിങ്ങൾക്ക് ഡോക്യുമെൻ്ററി ഫിലിം നിർമ്മിച്ചു, തിരക്കഥാ ശില്പശാല, പ്രസംഗ പരിശീലനം, പിന്നെ പല ഭാഷാ വിഷയങ്ങൾ ചർച്ച, ഇങ്ങനെ പല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കലാശാസ്ത്രമേളകളിലെല്ലാം നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. എന്നിട്ടും അക്ഷരങ്ങളിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്കായി അക്ഷരങ്ങളെ അറിയൂ എന്നൊരു പദ്ധതി നടപ്പാക്കേണ്ടി വന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നു. എന്തായിരുന്നു അതിൻ്റെ സാഹചര്യം? കാരണം 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഈ സ്കൂളിൽ എത്തുന്നത്. അക്ഷരമറിയാത്ത കുട്ടികൾ ആ കൂട്ടത്തിലൊരു നല്ല ശതമാനം ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഉണ്ടാകും. കാരണം ഞങ്ങൾ സൂചിപ്പിച്ചല്ലോ, ഏറ്റവും വലിയ ഹരിജൻ കോളനി എന്ന് തന്നെ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കോളനി ഞങ്ങളുടേതാണ് നെടിയിരിപ്പ് ഹരിജൻ കോളനി. അവിടെ നിന്നൊക്കെ വരുന്ന കുട്ടികൾ വളരെ പിന്നോക്കമാണ് യഥാർത്ഥത്തിൽ. അവർക്ക് 8ാം ക്ലാസ്സിൽ എത്തിയതിനു ശേഷം പോലും യഥാർത്ഥത്തിൽ മലയാള അക്ഷരത്തെക്കുറിച്ച് പോലും അറിയാത്തൊരവസ്ഥയുണ്ട്. അത് വികസിപ്പിച്ചെടുക്കുക, അവരെ ആ പോരായ്മയിൽ നിന്ന് അവർ മാറ്റുക എന്നത് തന്നെ ഉദ്ദേശം. സാമൂഹ്യ കൂട്ടായ്മയും സമൂഹത്തിനുണ്ടായ നേട്ടങ്ങളും നിങ്ങളുടെ ശക്തി മേഖലകളായി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രദേശത്തുള്ള കുട്ടികളെ കുറച്ചുകൂടി നേരത്തെ അക്ഷരത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ശ്രമം സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതല്ലേ? സ്വാഭാവികമായും ഇത് വീട് വെച്ച് കൊടുക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ അത് പ്രയോജനം ചെയ്യില്ലേ? ഞങ്ങളുടെ അടുത്ത് എത്തുന്നത് 8ാം ക്ലാസ്സിലാണ് ഈ കുട്ടികൾ. ഞാൻ പറഞ്ഞത്, കുട്ടികൾ നിങ്ങളെ തേടി എത്തുന്നത് വരെ കാത്തു നിൽക്കാതെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരിലേക്ക് പോയിക്കൂടാ? ഭൂമിശാസ്ത്രപരമായി തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണത്. വളരെ ഉയർന്ന കുന്നിൻ പ്രദേശങ്ങൾ താണ്ടിയിട്ടാണ് 2, 3, 4 കിലോമീറ്ററുകൾ നടന്നു വരുന്ന കുട്ടികൾ വരെയുണ്ട്. അവർ യഥാർത്ഥത്തിൽ ചിലപ്പോൾ 10 മണി കഴിഞ്ഞിട്ടായിരിക്കും പലരും സ്കൂളിൽ എത്തുന്നത്. രാവിലെ പോന്നാൽ 5, 8 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന കുട്ടികൾ വരെ ഞങ്ങൾക്കുണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ചും വളരെ പ്രയാസകരമായ ദുഷ്കരമായൊരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. നമുക്ക് ശാകുന്തളത്തിൽ നിന്ന് ഒരു ഭാഗം പഠിക്കാനില്ലേ? ശ്രീരാഗന്ധാ ഉണ്ടാത്തത് ഇല്ലേ? ഉണ്ട്. എന്തിനാണ് ആ ഭാഗം നമുക്ക് പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്? എന്താ അഭിപ്രായം? ഇതാണ് സർ ഭാഗം. ആ പുസ്തകത്തിൽ ആ പാഠഭാഗം ഉൾപ്പെടുത്തിയത് എന്ത് ഉദ്ദേശം വെച്ചിട്ടായിരിക്കും? അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ കൊണ്ട് എന്തെല്ലാം ചിന്തകൾ, ആശയങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ആദ്യ യൂണിറ്റിലാണ് ആ പാഠഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വസുദൈവ കുടുംബകം എന്നാണല്ലോ അതിന്റെ ആ ശീർഷകം. അതായത് പ്രകൃതിയിൽ മനുഷ്യൻ എല്ലാത്തിലും വലിയ ഒന്നാണെന്നുള്ളൊരു അഹംഭാവം നമ്മളിലുണ്ട്. അപ്പോൾ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളോടും സ്നേഹം, അവിടെ ശകുന്തളയ്ക്കും കണ്ണുമഹർഷിക്കൊക്കെ അവിടെ ആ മാനിനോടും എല്ലാവരോടും ഒരു സഹവർത്തിത്വ മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു ആശ്രമമാണ് അവരുടേത്. അപ്പൊ അതുപോലെ നമ്മളും ആയിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹജീവികളെല്ലാം നമുക്ക് പുല്ലാണ് എന്നുള്ള നാട്യം ഒഴിവാക്കണം എന്നുള്ള ഒരു ആശയം നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ആ പാഠഭാഗം. അതെ, ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. പിന്നെ നമ്മുടെ ഈ പ്രകൃതിക്കും അതുപോലെ തന്നെ ഈ മനുഷ്യനല്ലാത്ത മറ്റ് ജീവനുള്ളവയ്ക്കൊക്കെ ഈ മനുഷ്യൻ്റെ അതേ വികാരങ്ങൾ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കാളിദാസൻ അങ്ങനെയാണോ ചിത്രീകരിച്ചതായി തോന്നിയിട്ടുള്ളത്? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വിട പറയുമ്പോൾ നമ്മുടെ മുഖം വാടും പോലെ പ്രകൃതിയുടെ മുഖം വാടുന്നുണ്ട്. നമുക്ക് വിഷമം ഉണ്ടാകുന്നത് പോലെ മാൻകിടാവിനും അല്ലെ മുല്ലവള്ളിക്ക് വിഷമം ഉണ്ടാവുന്നു. ശരിയാണോ പറയുന്നത്? തീർച്ചയായിട്ടും. വെറുതെ പറയുന്നതല്ലേ? അല്ല, അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു വെറുതെ പറയുന്നതെന്നാണ്. വെറുതെ പറയല്ല സർ. ഈ വെള്ളിയിലകൾ കൊഴിക്കുന്നതൊക്കെ അത് ദുഃഖ സൂചകമായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. ആണല്ലേ? അതുപോലെ. ശരി, നല്ല ഉത്തരമാണ്. പിന്നെ
ഒരു ചോദ്യം കൂടി മോളോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ മോരിന്റെ പര്യായം എന്ന് പറയുമ്പോൾ എന്താ പെട്ടെന്ന് ഓർമ്മ വരുന്നത്? മോരിന്റെ പര്യായം ഒരു ചെറുകഥയാണ്. ആണല്ലേ? വിക്കേന്റെ മുഴുവൻ പേരെന്താ? വടക്കേ കൂട്ടാല നാരായണൻ നായർ. അത് ശരി. വിക്കേന്റെ ഒരു നോവലിന്റെ പേര് പറയാമോ? വാസനാ വികൃതി. എന്താണ്? വാസനാ വികൃതി. വാസനാ വികൃതിയോ? അത് നമ്മളവിടല്ലേ കുറച്ചൊരു സാരമില്ല, അത്രയൊക്കെ പറഞ്ഞല്ലോ. പിന്നെ വേറെ ആരാ പറയുന്നത്? മലയാളത്തിൽ 3 ശങ്കരന്മാർക്ക് ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ശങ്കരന്മാർ? ഞാൻ പറഞ്ഞോട്ടെ? SK പൊറ്റക്കാട്, ശങ്കരൻകുട്ടി പൊറ്റക്കാട് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. പിന്നെ തകഴി ശിവശങ്കരപിള്ള. പിന്നെ ഈ അടുത്ത് കഴിഞ്ഞ വർഷം 2005 ജ്ഞാനപീഠം കിട്ടിയ ONV കുറുപ്പ്. 3 ശങ്കരന്മാരാണ്. വേറെ ഒരു ആദിശങ്കരൻ, മറ്റൊരു ജ്ഞാനപീഠം ഈ ശങ്കര. ഗുഡ്. പിന്നെ വിക്കേന്റെ കൃതികളൊന്നും മോള് നോക്കണം കേട്ടോ. ഇത്രയും നന്നായിട്ട് അറിയുന്നൊരു കുട്ടിക്ക് ഒരു അതിട്ട് വാസനാ വികൃതി എന്ന് പറഞ്ഞാൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടേതാണ്. അത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായിട്ട് പരിഗണിക്കുന്നു. അതെല്ലാം പറയുന്നവരുണ്ട്. തൽക്കാലം നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ അതാണ് ആദ്യത്തെ കഥ എന്ന് പറയാം. ഇല്ലേ പ്രകാശ് മാഷേ? പയ്യൻസ് കഥകളുണ്ട്. പക്ഷേ നോവലിന്റെ പേരാണ് ചോദിച്ചത് കേട്ടോ. അധികാരമൊക്കെ മൂപ്പരുടേതാണ് കേട്ടോ. പിന്നെ ഒരുപാട് നോവലുകളുണ്ട്. ടീച്ചർ, ഒത്തിരി പെൺകുട്ടികളുള്ള ഒരു സ്കൂളല്ലേ നിങ്ങളുടെ? പ്രത്യേകിച്ച് ഇങ്ങനെ കോളനിയിൽ നിന്ന് വരുന്നു, ഒത്തിരി ദൂരെ നിന്നൊക്കെ വരുന്നു. അപ്പം ഈ പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് സമൂഹത്തിൻ്റെ ഒരു താല്പര്യം എന്താണല്ലേ? സമൂഹം അതിനുവേണ്ടി സ്കൂളിനെ അതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് കാണുന്നുണ്ടോ സമൂഹം? കുട്ടികൾ ഈ കൗമാരപ്രായത്തിൽ നിന്ന് കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് വേണ്ട ഒരു സാമൂഹികമായ കാഴ്ചപ്പാട് കിട്ടാനായിട്ട് സ്കൂളാണ് അതിൻ്റെ ഒരു സ്ഥാപനം എന്ന നിലയിൽ സമൂഹം കാണുകയും നിങ്ങൾ അതിലേക്ക് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടോ സ്കൂളിൽ ഇപ്പോൾ? ഉണ്ട് മാഡം. എങ്ങനെയാണ്? എനിക്കൊരു ചെറിയൊരു ഉദാഹരണം തന്നാൽ മതി. ഞങ്ങൾക്ക് അവിടെ ഒരു സിസ്റ്റർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ സ്കൂളിൽ. പെൺകുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനും അങ്ങനെ സിസ്റ്റർ സഹായമുണ്ട്. പിന്നെ അതിനു മുമ്പ് ഞങ്ങളൊക്കെ തന്നെയായിരുന്നു. അല്ല, ആരോഗ്യമല്ല ഞാനത്, സാമൂഹികമായി അല്ലെ കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. സമൂഹം സ്കൂളിലോട്ട് വരാറുണ്ടോ? മദർ PTA നടത്താറുണ്ട്. മദർ PTA ഏതുതരം വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? എല്ലാ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയവും ചർച്ച ചെയ്യാറുണ്ട്. അതിന് പ്രത്യേകം കൗൺസിലിങ്ങിന് ആളെ കൊണ്ടുവരെ. ഇത്രയും കുട്ടികളുടെ സ്കൂളിൽ നിങ്ങൾക്ക് ഈ ജാഗ്രതാ സമിതി ഉണ്ടോ? ജാഗ്രതാ സമിതി ഉണ്ടോ? അങ്ങനെ ഒന്നിനെപ്പറ്റി ടീച്ചർ കേട്ടിട്ടുണ്ടോ? അതിനെപ്പറ്റി ടീച്ചർ അറിയാൻ ശ്രമിക്കണം. ടീച്ചറാണ് ഈ പെൺകുട്ടികളുടെ നേതൃത്വം വഹിക്കുന്നതെങ്കിൽ ഇത്രയും പെൺകുട്ടികളുടെ സ്കൂളിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നൊരു കാര്യമാണ്. അതിനെപ്പറ്റി അറിയണം. അതിൻ്റെ ആവശ്യം നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടാവാം. കാരണം ഇത്രയും പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഓൾറെഡി ഉണ്ട്. അത് ലൈംഗിക ഹരാസ്മെന്റിനെതിരായിട്ടാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഗവൺമെന്റ് ഓർഡർ അനുസരിച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്കൂൾ കൊണ്ട് സമൂഹത്തിനുണ്ടായ നേട്ടങ്ങളാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു മേഖല. തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോയിൽ കണ്ടതുപോലെ നിങ്ങളുടെ കൂടെയുള്ള ഒരു കുട്ടിക്ക് ഒരു വീട് വെച്ചു കൊടുത്തു അല്ലേ? വളരെ നല്ലൊരു സംഗതിയാണ്. ആ പ്രവർത്തനത്തെ നിങ്ങൾ എങ്ങനെയായിട്ടാണ് കാണുന്നത്? അത് അവർക്ക് ചെയ്ത ഒരു സഹായമായിട്ടാണോ കാണുന്നത്, അതോ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണോ? എന്താണ് ഭവ്യയുടെ അഭിപ്രായം എന്താണ്? അവർക്കാണോ അതുകൊണ്ട് നേട്ടം, നിങ്ങൾക്കാണോ? സർ, ഞങ്ങളുടെ വിദ്യാഭ്യാസം സമൂഹത്തിന് നേട്ടമായിരിക്കണം. ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഞങ്ങൾ. നിങ്ങളുടെ വിദ്യാഭ്യാസം സമൂഹത്തിന് നേട്ടമാവുകയാണോ, അതോ സമൂഹത്തിന് നേട്ടമുണ്ടാകുന്ന ഒരു പ്രവർത്തനം നിങ്ങളുടെ വിദ്യാഭ്യാസ അനുഭവമാവുകയാണോ? ഇതിൽ എങ്ങനെയാണ് കാണുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരെ ഒരു ഗുണഭോക്താവും നിങ്ങൾ ഗുണം ചെയ്യുന്നവരും കൂട്ടരും ആയിട്ടാണോ കാണുന്നത്? നിങ്ങൾ അവർക്കൊരു സഹായം ചെയ്തു, അങ്ങനെയാണോ കാണുന്നത്? നിങ്ങൾക്ക് വിദ്യാഭ്യാസമൊക്കെ കിട്ടി, സ്കൂളുണ്ട്, അതുകൊണ്ട് അവർക്കൊരു സഹായം ചെയ്തു, അങ്ങനെയാണോ കാണുന്നത്? അല്ല, ഞങ്ങൾക്ക് സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകാൻ സാധിച്ചു. എന്താ സന്ദേശം? ഒരു കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുത്താൽ ഒരിക്കലും
നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അറിയാം. പക്ഷേ നമുക്ക് പക്ഷേ സമൂഹത്തിൽ ഇപ്പോൾ വീടില്ലാത്തവർക്കെല്ലാം വീട് വെച്ച് കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുണ്ട്. അത് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും എല്ലാം നടപ്പാക്കുന്നുമുണ്ട്, ഇല്ലേ? അപ്പോൾ അത് നിങ്ങൾ ചെയ്തില്ലെങ്കിലും അത് നടക്കേണ്ടതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അത് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ത് ചെയ്താലും അത് മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് തന്നെ അത് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടാവും. ചിത്രയ്ക്ക് അതിൽ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? വിദ്യാർത്ഥികളിൽ വളർന്നു വരുന്ന തലമുറകൾ നമ്മളാണല്ലോ. അപ്പൊ വിദ്യാർത്ഥികളിലൂടെ ആ സന്ദേശം എത്തിച്ചു കഴിഞ്ഞാൽ വരും തലമുറ. ഏത് സന്ദേശം? അത് പാവപ്പെട്ടവരെ ഒരു വീട് വെച്ചെടുക്കുക എന്നുള്ള മാത്രമല്ല, പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കാനും കൂടി കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ളത് ആണ് അതിന്റെ പ്രധാനപ്പെട്ട സംഗതി കേട്ടോ. അത് നല്ല ഉത്തരവാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സ്കൂളിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ കുട്ടിയാണ്. കുട്ടിയുടെ സ്വപ്നം എന്താണ്, എന്തായി തീരണമെന്നാണ്? എൻ്റെ സ്വപ്നം ഒരു C++ പ്രോഗ്രാമിങ്ങിൽ ഒരു വിദഗ്ധ ആയിട്ടുള്ള ഒരു ആളായി തീരാനാണ് ആഗ്രഹം. കമ്പ്യൂട്ടർ മേഖലയിൽ വളരെ ഉന്നത സ്ഥാനത്ത് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും പഠിക്കേണ്ടി വരും, ഇല്ലേ? ഇംഗ്ലീഷ് ഭാഷയിലും കൂടി പഠിക്കേണ്ടി വരും. ഒരു ഇംഗ്ലീഷ് പത്രം ദിവസം വായിക്കാറുണ്ടോ? ഇംഗ്ലീഷ് പത്രം ദിവസം വായിക്കാറുണ്ടോ? ഉണ്ട് സാർ. ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ ക്ലാസ്സുകളിലും ഇംഗ്ലീഷ് പത്രം എത്തിക്കുന്നുണ്ട്. ഇത്ര വളരെ സാധ്യതകളുള്ള ഒരു സ്കൂളിൽ ഈ കുട്ടികൾക്ക് അവർക്ക് അർഹിക്കുന്ന സ്ഥാനത്ത് എത്താനുള്ള പശ്ചാത്തലം ഒരുക്കാൻ കൂടെ കഴിയണം. നമ്മൾ 10 നല്ല മാർക്ക് കിട്ടി, അല്ലെ 12 കൂടുതൽ ജയിച്ചു എന്നതിനുപരി അത് കഴിഞ്ഞ് അവർ എങ്ങോട്ട് പോകുന്നു, നമ്മുടെ പ്രോഡക്റ്റായിട്ട് ഉൽപ്പന്നങ്ങളായി വരുന്ന കുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്നുകൂടെ നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കും. നമുക്കുള്ള മെച്ചമായിരിക്കും. അതാ ചോദിക്കുന്നത്. ഉണ്ട് സാർ. ഞങ്ങളുടെ ആ സ്കൂളിൽ ഭാവിയിൽ ഞങ്ങൾക്ക് എന്തായി തീരണം എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് ക്ലാസ്സുകൾ നടത്താറുണ്ട്. കരിയർ കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഞങ്ങളെ സ്കൂളിൽ നടത്താറുണ്ട്. അതിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ അറിയാനും സാധിച്ചിട്ടുണ്ട്. ആദരണീയനായ ഒരു സംഗീത അധ്യാപകൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഈ സംഗീത അധ്യാപകന്റെ സേവനം, മാഷ് ഈ സംഗീത ക്ലാസ്സിൽ മാത്രമല്ലേ ക്ലാസ് എടുക്കാറുള്ളൂ? ഞാനോ? അല്ല, ഈ സാർ മറ്റ് വിഷയങ്ങളെ സഹായിക്കാൻ സാറിന് സാധിക്കാറുണ്ടോ? സഹായിക്കാറുണ്ട്. എങ്ങനെയാണ് സാർ അനുഭവം ഒന്ന് പറയാമോ? മലയാളം പഠിപ്പിക്കുമ്പോൾ അതിലിപ്പോൾ കഥകളിയെപ്പറ്റി, രാഗങ്ങളെപ്പറ്റി ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അത് സ്ഥിരമായിട്ട് ഞാൻ എടുത്തു കൊടുക്കുന്നത് 10ാം ക്ലാസ്സിൽ. അപ്പോൾ അതിൻ്റെ മലയാള അധ്യാപകർ ആ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് എന്നോട് പറയും ആ പാഠം എടുത്തു കൊടുക്കണം. മലയാളം ക്ലാസ്സിൽ മാത്രമേ സാറിൻ്റെ സേവനം ഉപയോഗപ്പെടുന്നുള്ളൂ? കൂടുതൽ മലയാളം ക്ലാസ്സിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ SS-ന്റെ ഇതിൽ വരുമ്പം ഈ ദേശീയ ഗാനത്തിൻ്റെ ചരിത്രങ്ങൾ, അപ്പോൾ അതേപ്പറ്റിയുള്ള കുറേ കാര്യങ്ങൾ അത് സംഗീതമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട്. മാഷ ഒരു സംഗീത ക്ലാസ്സിൽ മാത്രം പോകുന്ന മാഷല്ല, എല്ലാ ക്ലാസ്സുകളിലും അതുകൂടിയല്ല, ടീം ടീച്ചിങ് അതുകൂടിയല്ല ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഈ ദേശീയഗാനത്തെ പറ്റി പല കുട്ടികൾക്കും അറിവ് വളരെ കുറവാണ്. ദേശീയഗാനം അവർ ചൊല്ലുമെന്നല്ലാണ്ട് അതിൻ്റെ എല്ലാ വശങ്ങളൊന്നും കുട്ടികൾക്ക് അറിയാറില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് 8ാം ക്ലാസ്സിൽ തന്നെ ആദ്യം ഞാൻ ചെയ്യുന്ന കുട്ടികളോട് ദേശീയഗാനം തെറ്റുകൂടാതെ ഒന്ന് പറയാൻ പറയും. അപ്പോൾ അതുപോലും അറിയാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവരെ അതേപ്പറ്റി അവർക്ക് ബോധം ഉണ്ടാക്കിയെടുക്കുക, അതിൻ്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പം അതിൻ്റെ രാഗം, താളം, അതിന് സംഗീതം നൽകിയ ആള്. അപ്പം അത് ഹിസ്റ്ററിയായിട്ട് നമ്മൾ ബന്ധിപ്പിക്കും. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. PPM ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടുകരയുടെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. PPM ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടുകരയ്ക്ക് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 95 out of 100.